നമുക്കെല്ലാവർക്കും അറിയാവുന്ന എന്നാൽ നമ്മളെയെല്ലാം ദിവസവും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സ്ഥിരം ന്യായീകരണമുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കൂടിയതുകൊണ്ടാണ് ഇവിടെയും വില കൂട്ടേണ്ടി വരുന്നത് എന്ന്. ഇതിൽ കേന്ദ്ര സർക്കാരിന് യാതൊരു പങ്കുമില്ല. വില നിശ്ചയിക്കുന്നത് എണ്ണ കമ്പനികളാണ്. നമ്മൾ വർഷങ്ങളായി കേൾക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റവും ആഗോള പ്രതിസന്ധിയുമൊക്കെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം എങ്ങോട്ടാണ് അപ്രത്യക്ഷമാകുന്നത്? അതെന്താ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം എണ്ണക്കമ്പനികൾക്ക് വില കൂട്ടാൻ തോന്നാത്തത്? ഇലക്ഷൻ കഴിഞ്ഞ് കൃത്യം പിറ്റേ ദിവസം ഫലം വരുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് വില കൂട്ടാൻ ഇത്ര കൃത്യമായി ധൈര്യം വരുന്നത്? ഇന്ന് നമുക്ക് ഈ വിഷയത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം, ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ, സാധാരണക്കാരനെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് വളരെ ലളിതമായി വിശദമായി തന്നെ പരിശോധിക്കാം. നമുക്ക് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പോകാം. 2014 കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില എന്തായിരുന്നു? വലിയ വിലയായിരുന്നു. അതിനുശേഷം അതായത് 2015-16 കാലഘട്ടത്തിലൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുത്തനെ ഇടിഞ്ഞു. ബാരലിന് $100 മുകളിൽ ഉണ്ടായിരുന്നത് $30-40 വരെ താഴ്ന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും പകുതിയോളം വില കുറയേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ കുറഞ്ഞു ഇല്ല. പകരം കേന്ദ്ര സർക്കാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എക്സൈസ് ഡ്യൂട്ടിയും സെസ്സുമൊക്കെ കുത്തനെ കൂട്ടി ആ വില അങ്ങനെ തന്നെ സ്റ്റഡിയാക്കി നിലനിർത്തി. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ അതിൻ്റെ ലാഭം ജനങ്ങൾക്ക് കൊടുക്കാതെ സർക്കാർ നികുതി കൂട്ടി അത് പിടിച്ചെടുത്തു. അന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ചില ഭരണാനുകൂലികൾ വന്ന് പറഞ്ഞ ന്യായീകരണം എന്താണ്? രാജ്യത്ത് പാവപ്പെട്ടവർക്ക് ശൗചാലയങ്ങൾ പണിയാനാണ്, റോഡ് വികസനത്തിനാണ് ഈ പണം ഉപയോഗിക്കുന്നത് എന്ന്. കേരളത്തിലൊക്കെ ഭൂരിഭാഗം വീടുകളിലും ആളുകൾ സ്വന്തം കാശ് കൊടുത്തിട്ടാണ് ശൗചാലയങ്ങൾ പണിയുന്നത്. അതിന് ഇവിടെയുള്ള സാധാരണക്കാർ പെട്രോളിന് അധിക വില കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയെങ്കിൽ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെയും ഒരുപാട് ന്യായീകരണങ്ങൾ വന്നു. 50 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നവർ വില 100 കടന്ന് 105-ലും 110-ലും എത്തിച്ചു. അപ്പോൾ പറഞ്ഞു അവിടെ യുദ്ധമാണ്, റഷ്യ ഉക്രൈൻ പ്രശ്നമാണ്, ഹോർമോസ് കടലിടുക്കിൽ പ്രശ്നമാണ്, എണ്ണ ഇങ്ങോട്ട് എത്തുന്നില്ല എന്നൊക്കെ. ശരി, യുദ്ധം വരുമ്പോൾ ക്രൂഡ് ഓയിൽ വില കൂടും, അപ്പോൾ ഇവിടെയും വില കൂട്ടും. അത് നമ്മളൊരു പരിധി വരെ സമ്മതിച്ചു. പക്ഷേ ആ യുദ്ധപ്രതിസന്ധി മാറി ക്രൂഡ് ഓയിൽ വില വീണ്ടും പകുതിയായി കുറയുമ്പോഴോ? അപ്പോൾ എന്താണ് ഇവിടെ വില കുറയ്ക്കാത്തത്? അവിടെയാണ് നമ്മൾ ഇവരുടെ ബിസിനസ് തന്ത്രം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഒരു ദിവസം എത്ര ലിറ്റർ പെട്രോളും ഡീസലുമാണ് വിറ്റുപോകുന്നത്? കോടിക്കണക്കിന് ലിറ്ററാണ്. വെറും 1 രൂപ കൂട്ടിയാൽ പോലും ഈ എണ്ണ കമ്പനികൾക്ക് ഒരു ദിവസം കിട്ടുന്നത് കോടിക്കണക്കിന് രൂപയുടെ അധിക ലാഭമാണ്. ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ കിട്ടുന്ന ഈ കൊള്ളലാഭം മുഴുവൻ കമ്പനികൾ കൈക്കലാക്കും. എന്നിട്ട് നമ്മൾ ചോദിച്ചാൽ പറയും പണ്ട് ഞങ്ങൾക്കുണ്ടായ നഷ്ടം നികത്തുകയാണെന്ന്. എന്നാൽ ക്രൂഡ് ഓയിലിന് വില കൂടിയാൽ അപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ഇവിടെയും കൂട്ടും. ക്രൂഡ് ഓയിലിന് $100 ഉള്ളപ്പോഴത്തെ വില തന്നെയാണ് അത് $50 താഴുമ്പോഴും നമ്മളിവിടെ കൊടുക്കുന്നത്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇന്ധന വിപണിയുടെ 90 മുതൽ 95% കൈകാര്യം ചെയ്യുന്നത് 3 പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. IOCL, HPCL, BPCL. ഇവരൊക്കെ ഗവൺമെൻറ്റിൻ്റെ കമ്പനികളാണ്. ഇവർ ഉണ്ടാക്കുന്ന ഈ ഭീമമായ ലാഭത്തിൻ്റെ വലിയൊരു പങ്ക് ലാഭവിഹിതമായി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിലേക്കാണ് പോകുന്നത്. അതായത് ജനങ്ങളെ നേരിട്ട് പിഴിഞ്ഞ് പെട്രോളിയം നികുതിയായി വാങ്ങുന്ന പണത്തിന് പുറമെ ഈ കമ്പനികളുടെ ലാഭം എന്ന പേരിലും ലക്ഷക്കണക്കിന് കോടി രൂപ കേന്ദ്ര സർക്കാർ കൈപ്പറ്റുന്നുണ്ട്. ഈ ലാഭവിഹിതം കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇന്ധനവില കുറച്ച് നൽകിക്കൂടെ എന്ന് ചോദിച്ചാൽ അതില്ല. ഇതിൻ്റെ കൂടെ റിലയൻസ് പോലെയുള്ള സ്വകാര്യ കമ്പനികൾക്കും ഇതിലൂടെ വലിയ കൊള്ളലാഭമാണ് കിട്ടുന്നത്. അവരുടെ വിപണി വിഹിതം ചെറുതാണെങ്കിലും കോടിക്കണക്കിന് ലിറ്റർ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം ചെറുതൊന്നുമല്ല. ഇനി നമുക്ക് ആദ്യമേ പറഞ്ഞ ആ രാഷ്ട്രീയ നാടകത്തിലേക്ക് വരാം. എണ്ണവില നിശ്ചയിക്കാനുള്ള അധികാരം പൂർണ്ണമായും കമ്പനികൾക്ക് വിട്ടുകൊടുത്തു. ഗവൺമെന്റിന് ഇതിൽ ഒന്നും ചെയ്യാനില്ല. മൻമോഹൻ സിംഗിന്റെ കാലത്താണ് പെട്രോളിന്റെ നിയന്ത്രണം കമ്പനികൾക്ക് വിട്ടത്.
പിന്നീട് ഡീസലിൻ്റെ നിയന്ത്രണവും വിട്ടുകൊടുത്തു എന്നൊക്കെയാണ് ഭരണാധികാരികൾ ഇപ്പോഴും വാദിക്കുന്നത്. ഇതൊരു വെറും സാങ്കേതികത്വം മാത്രമാണ്. കാരണം ഈ പറയുന്ന IOCL-ഉം BPCL പോലെയുള്ള കമ്പനികളിലെ ഭൂരിഭാഗം ഷെയറുകളും കൈവശം വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാനേജ്മെൻറ്റും പൂർണ്ണ നിയന്ത്രണവും ഇപ്പോഴും സർക്കാരിൻ്റെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് സംസ്ഥാനങ്ങളിലോ രാജ്യത്തോ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ മാസങ്ങളോളം ഇവിടെ പെട്രോൾ വില ഒരു പൈസ പോലും കൂടാത്തത്. ആ സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എന്ത് വില, യുദ്ധം നടന്നാലും പ്രതിസന്ധി ഉണ്ടായാലും ഇലക്ഷൻ തീരുന്നതുവരെ വില കൂടില്ല. ഭരണം നിലനിർത്താൻ ജനങ്ങളെ പിണക്കരുത് എന്ന് സർക്കാരിന് നിർബന്ധമുള്ളതുകൊണ്ട് അവർ കമ്പനികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകും. കമ്പനികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വില നിശ്ചയിക്കുന്നതെങ്കിൽ ഇലക്ഷൻ തീയതി നോക്കി വില കൂട്ടാതിരിക്കാൻ അവർക്കെന്താ ജ്യോത്സ്യം വല്ലതും അറിയാമോ? എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് ഫലം വരുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ കൃത്യമായി വില കൂടിത്തുടങ്ങുകയും ചെയ്യും. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലങ്ങളിലും നമ്മളിത് കൃത്യമായി കണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിലൊരു അധികാരവുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ കേന്ദ്ര സർക്കാരിന് ഒരവകാശവുമില്ല. പൂർണ്ണമായും രാഷ്ട്രീയ താല്പര്യങ്ങൾ നോക്കിയാണ് ഇവർ വില കൂട്ടുന്നതും കുറയ്ക്കുന്നതുമെല്ലാം. പലരും വിചാരിക്കും ഞാൻ വണ്ടി ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് പെട്രോൾ വില കൂട്ടിയാൽ നമുക്ക് എന്താന്ന്. എന്നാൽ അതൊരു തെറ്റായ ചിന്തയാണ്. പെട്രോളിൻ്റെയും പ്രത്യേകിച്ച് ഡീസലിൻ്റെയും വില കൂടിയാൽ അത് രാജ്യത്തെ വിലക്കയറ്റത്തെ നേരിട്ട് ബാധിക്കും. ഇതൊരു സ്പൈറൽ പോലെയാണ്. ഒന്നിന് വില കൂടിയാൽ മറ്റെല്ലാത്തിനും പുറകെ വില കൂടും. ഡീസൽ വില കൂടിയാൽ ലോറി വാടക കൂടും. നമ്മുടെ കേരളം ഭൂരിഭാഗം സാധനങ്ങളും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ലോറിയിലാണ് നമുക്ക് ആവശ്യമുള്ള അരിയും പച്ചക്കറിയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും വരുന്നത്. ലോറി വാടക കൂടുമ്പോൾ സ്വാഭാവികമായും ഈ സാധനങ്ങളുടെ എല്ലാം വില കൂടും. അതായത് വണ്ടിയില്ലാത്ത ഒരു സാധാരണക്കാരൻ്റെ അടുക്കള ബഡ്ജറ്റ് തകരുന്നത് ഈ ഡീസൽ വില കൂടുമ്പോഴാണ്. ഇതിനു പുറമെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ബസ് സർവീസുകൾ എന്നിവരെയൊക്കെ ഇത് ദോഷമായി ബാധിക്കും. യാത്രാക്കൂലി കൂടും. പണ്ട് മോദി അധികാരത്തിൽ വന്നാൽ പെട്രോൾ വില 50 രൂപയാക്കും, ഗ്യാസ് വില കുറയ്ക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ സമരം ചെയ്ത BJP നേതാക്കളെയോ മറ്റ് ഭരണാനുകൂലികളെയോ ഒന്നും ഇപ്പോൾ ഈ വഴിക്ക് കാണാനില്ല. അന്ന് റോഡിലിറങ്ങി വണ്ടി വലിച്ചവർ ഇന്ന് ഇതിനെ ന്യായീകരിക്കാൻ ക്യാപ്സൂളുകളുമായി രംഗത്ത് വരികയാണ്. ചുരുക്കം പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് പൊതുമേഖലാ കമ്പനികൾ ഉണ്ടാക്കുന്ന ഈ കൊള്ളലാഭം അവസാനിപ്പിക്കണം. ഇതിന്മേൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യണം. ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ധനവില കുറച്ചേ മതിയാകൂ. ഇലക്ഷൻ കാലത്ത് മാത്രം കാണിക്കുന്ന ഈ കൺകെട്ട് വിദ്യ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.